സരസ്വതി വിദ്യാലയത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാലയത്തിൽ തുടങ്ങി അങ്ങ് മാവേലിക്കര വിദ്യാമന്ദിർ വിദ്യാപീഠത്തിൽ ഉൾപ്പെടെ ഈ കാൽപാദ സേവ നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിനും കേരളീയ നവോത്ഥാന ചിത്രങ്ങൾക്കും കളങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് പുതിയ തീരുമാനങ്ങളും നയങ്ങളും RSS സംഘപരിവാരങ്ങൾ ഈ നാട്ടിനകത്ത് നടപ്പിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട് എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിയായി, എങ്ങനെയാണ് നവോത്ഥാനത്തിന്റെ വിളനിടമായി ഈ നാട് മാറിയതെന്ന് RSSും സംഘപരിവാരും ഒന്ന് പരിശോധിക്കണം. 1947 മുമ്പ് ഈ നാട്ടിനകത്ത് നടമാക്കിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി ചെരുപ്പ് നക്കികളായി RSS സംഘപരിവാരങ്ങൾ മാപ്പെഴുതിക്കൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ ശാഖകളിലും ശാലയിലും നടപ്പിലാക്കി. പിൽക്കാലത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എങ്ങനെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഈ നാട്ടിനകത്ത് അവിടെ നയങ്ങൾ നടപ്പിലാക്കാമെന്നുള്ള പുതിയ പുതിയ തന്ത്രങ്ങളായിരുന്നു RSSും BJPയും ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയത്. നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ NDA കക്ഷികൾ ഇവിടെ അധികാരത്തിലേറിയതിനു ശേഷം അവർ നടപ്പിലാക്കുന്ന ഏറ്റവും കിരാതമായ നടപടികൾ എന്ന് പറയുന്നത് ചെറുബാല്യങ്ങളെ, യൗവനങ്ങളെ, പുതിയ കാലഘട്ടത്തെ തലമുറയെ എങ്ങനെ RSSന്റെ കൊടിക്കീഴിലേക്ക് അണിനിരത്താം. അങ്ങനെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഈ നാടിനകത്ത് അടയാളപ്പെടുത്തിയ തീഷ്ണമായ സമര പോരാട്ടങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഈ നാടിനകത്ത് സർവരും ശക്തരും ഈ നാടിന്റെ ഹിന്ദു ഭൂമികയായെന്ന് അവകാശപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എന്ന പേര് പോലും ഇവിടെ ഉണ്ടാക്കിയെടുത്തത് RSS സംഘപരിവാരത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണെന്നുള്ള തെറ്റായ പ്രചരണമാണ് ഈ രാജ്യത്തിനകത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മാറ്റി തീർത്തുകൊണ്ട് പുതിയ കള്ളങ്ങൾ എഴുതി വെച്ചുകൊണ്ട് പാഠപുസ്തകങ്ങളിലൂടെ ഈ കൂട്ടം പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ഇവർ പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നോക്കൂ, ഹിന്ദുസ്ഥാൻ എന്ന പേര് വന്നിട്ടുള്ളത് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ എന്ന ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഈ രാജ്യത്തിന്, ഭാരതത്തിന്, ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്ന പേര് വന്നത്? ചരിത്രം പഠിച്ചവർക്കറിയാം. സാംസ്കാരിക മേഖലയിൽ പരിശോധന നടത്തി ചരിത്രത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പേര് ഇന്ത്യക്ക് വന്നിട്ടുള്ളത് ഇൻഡസ് റിവർ വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. സിന്ധു എന്ന പേര് അടയാളപ്പെടുത്താൻ വേണ്ടി പ്രാകൃതമായ ചിന്തകളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഇൻഡസ് റിവർ വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ നാടിന് ഹിന്ദുസ്ഥാൻ എന്ന പേര് വന്നിട്ടുള്ളത്. ആ പേരിനെ ഇവിടുത്തെ RSSകാർ BJPക്കാർ പറയുന്നത് എന്താ? ഹിന്ദു 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 എന്ന് പറയുന്നത് ഹിന്ദു മതത്തെ സൂചിപ്പിക്കുന്നത് എന്നതാണ്. തെറ്റാണ്. അങ്ങനെ ഈ നാട്ടിനകത്ത് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, ഈ നാടിന്റെ ചരിത്ര പാരമ്പര്യത്തെ എല്ലാം തച്ച് തകർക്കുന്നതിനു വേണ്ടി മതേതരത്വ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ ഈ രാജ്യത്തെ വിനിയോഗിക്കാമെന്നുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അധികാരം കിട്ടിയ RSS സംഘപരിവാരത്തിന്റെ പിൻബലത്തോടുകൂടി നരേന്ദ്രമോദിയും കൂട്ടരും ഈ രാജ്യത്തിനകത്ത് ഇത്തരം നയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒന്നേ പറഞ്ഞു വെക്കാനുള്ളൂ, ഈ നാടിനെ ഈ നവോത്ഥാന വിളഭൂമിയായി മാറ്റിയ ഈ നാടിനകത്ത് ഐതിഹാസികമായ കർഷക സമരവും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ മതേതരത്വ ജനാധിപത്യ മൂല്യമുയർത്തിപ്പിടിച്ച നമ്മുടെ പൂർവികരുടെ ഓരോ ദീപശിഖകളും ശിരസ വഹിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ടുകൊണ്ടാണ് വർത്തമാനകാലത്തെ കേരളീയ സമൂഹത്തിന്റെ യൗവനം നടന്നു നീങ്ങുന്നുള്ള യാഥാർത്ഥ്യം RSS സംഘപരിവാരം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇനി എത്ര കാൽപാദ സേവ നടത്തി, ഗുരുപൂജ നടത്തി, പുതിയ തലമുറയിൽപ്പെട്ട കുരുന്നുകളുടെ മനസ്സ് RSS കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചാലും ഇവിടത്തെ അവസാനത്തെ മതേതരത്വ മൂല്യമുയർത്തിപ്പിടിക്കുന്ന, മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന DYFയുടെ സുപ്രപതാക കൈകളേന്തി പ്രവർത്തിക്കുന്ന ഇൻകുലാബിന്റെ മന്ത്രധ്വനികൾ വിളിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കാൻ ഇറങ്ങുന്ന അവസാനത്തെ DYFക്കാരന്റെ ശ്വാസം നിലക്കും വരെയുള്ള പോരാട്ടത്തിന് ഈ നാട് സാക്ഷിയാകുമെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് വരണം. നോക്കൂ, നിങ്ങൾ ഇന്ന് തൃക്കരിപ്പൂര് ഈ ചക്രപാണി വിദ്യാമന്ദിർ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന RSS അജണ്ട നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികളോട് കാണിച്ചു നോക്കൂ. ഞങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു പൊതുവിദ്യാലയമായി കാണുന്ന ആളുകളാണ്. നിങ്ങൾ തീരുമാനിക്കുന്ന RSSന്റെ അജണ്ട ഇവിടുത്തെ ശാഖകളിൽ പോയി പാക്കറ ഷെഡിയും കാവ്യ ഷെഡിയും ഇട്ടുകൊണ്ട് നിങ്ങളുടെ കവാത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 6 അടി കുറുവടി കൈകളിലേന്തി വന്ദേ ഭാരതം എന്ന് പറഞ്ഞ് RSSന്റെ ശാഖകളിൽ പഠിപ്പിക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ കേരളീയത്തിനകത്ത് ഒരു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ലെന്നുള്ള താക്കീതാണ് DYFI എന്നൊരു
നിങ്ങൾ നോക്കൂ, RSS എന്ന് പറയുന്ന ഈ വംഗത്തരം മാത്രം വെച്ച് പുലർത്തുന്ന ഈ രാഷ്ട്രത്തെ മതാധിഷ്ഠ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന RSSകാരെ ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ കടന്നു വരേണ്ടത്. നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ, ഈ നാട്ടിനകത്തെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രാർത്ഥന കാലത്തുണ്ടായിരുന്ന ഗുരുപൂജ ചെയ്തുകൊണ്ട് എങ്ങനെയാണോ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ വൈശ്യനും ശൂദ്രനെയും മാറ്റി നിർത്തപ്പെട്ട സവർണ മേധാവിത്വത്തിന്റെ സമാനമായ ചിന്താരീതികൾ ഈ വർത്തമാനകാല കേരളത്തിൽ നടപ്പിലാക്കാൻ വന്നാൽ നട്ടലുള്ള ആർജവുമുള്ള ഒരിടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ RSS അജണ്ട പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധ്യമാകുമെന്നുള്ള പരിശോധന ആദ്യം നിങ്ങളൊന്ന് നടത്തി ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാടിന്റെ ചരിത്രത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഈ നാടിനകത്ത് പഞ്ചമിയുടെ കഥ സൂചിപ്പിച്ചുവല്ലോ. പാടത്തേക്കല്ലേ, പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിനകത്തെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സവർണ മേധാവിത്വത്തിന്റെ എല്ലാ വംഗത്തരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ അടിയാള കീഴാള വർഗം ശക്തമായ കർഷക പ്രക്ഷോഭ സമരത്തിലൂടെ നേടിയെടുത്ത വിദ്യാഭ്യാസ അവകാശങ്ങളുണ്ട്. അവകാശ നിഷേധങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സാംസ്കാരികത്തിന്റെ മകുടോദാഹരണമായി മതേതരത്തിന്റെ പാരമ്പര്യം നിൽക്കുന്ന ഏറ്റവും വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഒരു യൂറോപ്യൻ രാജ്യത്തിന് സമാനമായ വിദ്യാഭ്യാസ ചട്ടക്കൂട് രൂപപ്പെടുത്തിയ നാടായി കേരളം മാറിയതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഈ നാട്ടിനകത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ച RSSന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് നടപ്പിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം. വിദ്യാമന്ദിറിനകത്ത് നിങ്ങളുടെ RSS ശാഖകൾ തീരുമാനിച്ച കാര്യം ഇങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കണ്ട് നിങ്ങൾ RSSന്റെ കാവിക്കൊടി പിടിക്കുമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഇന്ന് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ മതേതരത്വ ആശയങ്ങൾ ചൂടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനാധിപത്യ സംരക്ഷണ വക്താക്കളായി പുതിയ കാലഘട്ടത്തെ തലമുറകൾ മാറേണ്ടതിനെ കുറിച്ച് കൃത്യമായ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ആർജവമുള്ള സർക്കാർ ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ കാര്യവും അടിപൊളി പരിശോധിച്ച് പ്രബുദ്ധ കേരളം അതിനെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ ഒരു സംഘടിത ശക്തിയായി പുതിയ കാലത്തെ തലമുറയെ മാറ്റാൻ ഈ നാട്ടിനകത്ത് ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശക്തരായ രംഗത്തുണ്ട്. ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വേണം ഇത്തരത്തിലൊരു മംഗത്തരത്തിന് ഇറങ്ങി പുറപ്പെടാൻ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ DYFI ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ